ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അതായത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ടൊരു വീഡിയോ കാണാറുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ജീവിച്ചത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വെട്ടിക്കവല എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ വെട്ടിക്കവലയെ കുറിച്ച് സാമാന്യം എല്ലാ ജനങ്ങൾക്കും അറിയാം. ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള നാടാണ്, കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, അതുപോലെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്, അതുപോലെ കലാകാരന്മാരെ ബഹുമാനിക്കുന്ന ഒരു നാടാണ്. അവിടെ കെ എൻ ശശികുമാർ സാർ, നാദസ്വരവിദ്യൻ കെ എൻ ശശികുമാർ സാർ, അതുപോലെ തന്നെ സതീഷ് വെട്ടിക്കവല സിനിമ താരം സതീഷ് വെട്ടിക്കവല, പിന്നെ അതുപോലെ ഒട്ടനവധി കലാകാരന്മാരുള്ള ഒരു നാടാണ്. ഓരോ നവരാത്രി സംഗീതത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് കലാകാരന്മാരാണ് വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും അരങ്ങേറ്റം കുറിച്ച് ഓരോ വർഷവും പുറത്തു വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, സതീഷ് വെട്ടിക്കവല എന്ന കലാകാരന്റെ ഫേസ്ബുക്ക് പേജിൽ സ്ഥിരമായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാണാറുണ്ട്. അതായത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഞാൻ ഈ സതീഷ് വെട്ടിക്കവലയുടെ വീട്ടിനടുത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അന്ന് എനിക്കൊരു പോൾട്രി ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സതീഷ് മിമിക്രി കളിച്ചൊക്കെ നടക്കുന്ന സമയം. അപ്പോൾ ഈ സതീഷിന്റെ അച്ഛനും ഞാനുമായിട്ട് സാമാന്യം നല്ല പരിചയവും കമ്പനിയാണ്. കാരണം അവരുടെ വീട്ടിൽ എന്ത് ജോലി ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ പോയി ചെയ്യാറുണ്ട്. അതുപോലെ നല്ല എട്ടപ്പെട്ടിയിലാണ്, നല്ല സഹകരണമുള്ളൊരു മനുഷ്യനാണ്. ഇദ്ദേഹം പട്ടാളക്കാരനായിരുന്നു, പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായി. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പട്ടാളക്കാർക്ക് ഒരു പ്രത്യേക രീതിയാണ്, അവരുടെ ശീലിച്ചു വന്ന അത് അനുസരിച്ച് അല്പസ്വല്പം ദേഷ്യം ഒക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ ഈ സതീഷ് ഒരിക്കലും ഈ കലാപരമായിട്ട് മിമിക്രി കളിച്ച് നടക്കുന്നതിനോട് യാതൊരു താല്പര്യവും സതീഷിന്റെ അച്ഛനില്ലായിരുന്നു. സതീഷിന്റെ അച്ഛൻ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ, കാരണം കുറച്ച് നാളായി. അങ്ങനെ സതീഷിന്റെ അച്ഛൻ സ്ഥിരം വഴക്ക് പറയും. എന്നാൽ ഇത് കേട്ടില്ല എന്ന ഭാവത്തോടു കൂടി ഒരു സൈഡിൽ കൂടെ കയറി മറുവശത്തൂടെ അങ്ങ് പോവുകയാണ് സതീഷ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള പിള്ളേരെ പോലെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കാലുവാരി നിലത്തടിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ ഈ ഇപ്പോ അറിയപ്പെടുന്ന മിക്ക മിമിക്രി കലാകാരന്മാരും ഈ സതീഷിന്റെ കൂടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ വരാറുണ്ട്. വന്നിട്ട് ടെറസിന്റെ മേളിലാണ് കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം സതീഷിന്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കാപ്പിയും ചായയും കുടിച്ചിട്ടാണ് ഇവരവിടെ നിന്ന് പിരിയുന്നത്. അപ്പോൾ സതീഷും അമ്മയുമായിട്ട് നല്ല ഒരു ഇതാണ്. കാരണം അച്ഛന് ഒരു ചെറിയൊരു പേടിയും അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹം രണ്ടുപേരടുത്തും ഉണ്ട്. അപ്പോ അച്ഛനോടുള്ള ബഹുമാനം കൂടെ അച്ഛന്റെ മുഖത്ത് പോലും നോക്കാറില്ല. അങ്ങനെ ആ ഒരു പേടി ഭക്തിയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ സതീഷ് വെട്ടിക്കവല. അപ്പൊ ഈ ഞാൻ അവിടെ നിന്ന് മാറിയതിനു ശേഷം ഇപ്പൊ അവിടോട്ടുള്ള വലിയൊരു കണക്ഷൻ എനിക്കില്ല. അപ്പൊ 2-3 വർഷമായി അവന്റെ അമ്മ മരിച്ചുപോയി എന്നറിയാൻ കഴിഞ്ഞു. അപ്പൊ അതിനു മുമ്പ് തന്നെ പ്രായാധിക്യം കൊണ്ട് സതീഷിന്റെ അച്ഛൻ മാനസികമായ, അതായത് ഓർമ്മശക്തി നിൽക്കില്ല. ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ ഡ്രസ്സ് പോലും ഇടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോ ഈ അമ്മ മരിച്ചതിന് ശേഷം ഇദ്ദേഹം ഇപ്പോഴും അമ്മ മരിച്ചത് അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോ അദ്ദേഹത്തിൻ്റെതായ ഒരു മാനസിക, ആ പ്രായത്തിന്റെ ഒരു കൂടുതലുണ്ട്. ഷർട്ട് പോലും ഇടാതെയാണ് ഇറങ്ങി നടക്കുന്നത്. ബോധമില്ല ഇത് എവിടെയാണ് പോകുന്നതെന്ന് ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഓർമ്മയില്ല. ഇപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനാണ് ഈ സതീഷ് വെട്ടിക്കവല. ഈ പ്രായമുള്ള ഈ മനുഷ്യനെ സ്വന്തം ജീവിതം പോലും മറന്ന് ആ അച്ഛനെ പരിപാലിക്കുന്ന ഒരു രംഗം നമ്മൾ ഓരോരുത്തരും കാണണം. ഒരു അല്പം പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് തെരുവിലും അല്ലെങ്കിൽ അനാഥാലയത്തിലും കൊണ്ട് തള്ളുന്ന മക്കളൊക്കെ ഈ മനുഷ്യൻ ആ അച്ഛനെ പരിപാലിക്കുന്നത് ഒന്ന് കാണണം. ഈ അച്ഛനും മകനും മാത്രമേ വീട്ടിലുള്ളൂ. എന്നിട്ടും അച്ഛന് വേണ്ട എല്ലാ കാര്യങ്ങളും, ആഹാരവും എല്ലാ കാര്യങ്ങളും, നമ്മുടെ എങ്ങനെയായാലും ശരി ആ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് 4-5 ഐറ്റം കറികളും, അതുപോലെ തന്നെ ചപ്പാത്തി, എന്ത് പോലെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് ഈ സതീഷ്
ഈ അച്ഛനെ നോക്കുന്നത്. ഒരല്പം കണ്ണു തെറ്റി കഴിഞ്ഞാൽ ഇദ്ദേഹം ഇറങ്ങിപ്പോകും. അപ്പോൾ കഥയൊക്കെ പൂട്ടിയിട്ടിട്ടാണ് അച്ഛനും മകനും കൂടി ആ വീട്ടിൽ കഴിയുന്നത്. സാധാരണ ചെറുപ്പക്കാർക്കൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ ഒന്ന് പുറത്തു പോകണമെന്നൊക്കെ തോന്നും. എന്നാൽ ഇതൊന്നും വകവെക്കാതെ ആ പാവപ്പെട്ട മനുഷ്യനൊപ്പം കഴിയുന്ന ആ സതീഷ് വെട്ടിക്കാല എന്ന കലാകാരനെ നമ്മൾ നമിച്ചേ പറ്റൂ. കാരണം അത്രത്തോളം ആ ഒരു അച്ഛനെ കെയർ ചെയ്യുന്ന. ഇപ്പോൾ സതീഷിന് ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. അവരൊക്കെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഭാര്യയും മകനെയും കാണാൻ പോലും ഈ സതീഷ് പോകാറില്ല. സ്വന്തം അച്ഛനോടൊപ്പം തന്നെയാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെ കഴിയുന്നത്. വേറെ ആരും ഒരു സഹായത്തിന് ഇല്ല. അച്ഛനും മകനും അവരവരുടേതായ ലോകം. ഇപ്പോ സ്വന്തം മകനെ പോലും ഈ അച്ഛന് അത്രത്തോളം തിരിച്ചറിയത്തില്ല. കാരണം അത്രത്തോളം ഒരു എന്താ പറയുന്നത്, പ്രായം കൊണ്ട് അത്രത്തോളം അദ്ദേഹത്തിന് ഒരു ഓർമ്മശക്തി ഇല്ലാതായിട്ടുണ്ട്. എന്നാലും ശരി തന്നെ, നമ്മുടെ ഈ സമൂഹത്തിലെ ഓരോ യുവാക്കളും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് സതീഷ് വെട്ടിക്കര. ഇതുപോലെ പുണ്യം ചെയ്ത ഒരു അച്ഛൻ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം നമ്മളെയൊക്കെ പ്രസവിച്ച് വളർത്തിയ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ കഷ്ടപ്പെട്ട് ഒരായുസ് മൊത്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചെലവഴിച്ച് മക്കൾ പറക്കം മുറ്റിക്കഴിഞ്ഞാൽ അച്ഛനെ തിരിഞ്ഞടിക്കുന്ന കാലമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വന്തം അച്ഛനെ, അതായത് കൂട്ടുകാരെക്കാളും എന്താ പറയണ്ടേ, സ്വന്തം മക്കളെക്കാളും അത്രത്തോളം ചേർത്ത് നിർത്തി ആ ഒരു സ്നേഹത്തോടു കൂടി പോകുന്ന സതീഷ് വെട്ടിക്കാരൻ പൊന്നുമോനെ നമിച്ചു. ഓരോ യുവാക്കളും ഇതുപോലെ ആയിരിക്കണം. അന്ന് ഈ മക്കൾക്ക് മക്കളുടേതായ ഒരു സ്ഥാനം കൊടുത്ത്, അല്ലാതെ മക്കളെ മക്കളെടുത്ത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കൂടുതൽ സ്നേഹിച്ച് ലാളിച്ച് ലാളന പുറത്ത് കാണിക്കാതെ വളർത്തിയത് കൊണ്ടായിരിക്കാം ഇന്ന് ആ മകൻ ഇത്രത്തോളം അച്ഛനെ സ്നേഹിച്ച് അച്ഛനോടൊപ്പം കഴിയുന്നത്. എനിക്കും ഉണ്ടായിരുന്ന മക്കളൊക്കെ, ഞാൻ അവരെ അമിതമായിട്ട് സ്നേഹിച്ചു. ഒരു സുഹൃത്തുക്കളെ പോലെ കൊണ്ടു നടന്നു. അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം കൊടുത്ത് വളർത്തി. അവസാനം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഒരു മക്കളെ വളർത്തുമ്പോൾ ഒരു ലിമിറ്റിൽ നിർത്തി വളർത്തണം എന്നുള്ള ഒരു പാഠം എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എനിക്കിനി കൂടുതൽ പറയാൻ വാക്കുകളില്ല. ഞാൻ ആ ഒരു സന്തോഷവും അവരുടെ വീഡിയോയും കണ്ടപ്പോൾ അത് നിങ്ങളിലേക്കൂടെ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ ഒരു പുണ്യം ചെയ്ത ഒരു പിതാവ്, അച്ഛനും മകനും മാത്രമായിട്ടുള്ള ഒരു രോഗം, സ്വന്തം സുഖവും എല്ലാം മറന്ന്, പിന്നെ അതുപോലെ തന്നെ ഈ അച്ഛന് ഈ മാനസികമായിട്ടുള്ള ഈ ബുദ്ധി ഓർമ്മശക്തി കുറവുണ്ട്. എന്നിട്ടും ഇത്രയും ത്യാഗം സഹിച്ച് ഈ മകൻ ഒരു കലാകാരനാണ്. പ്രോഗ്രാമിന് പോയാൽ മാത്രമേ അവന്റെ ഉപജീവനം നടക്കൂ. അതുപോലെ ഷൂട്ടുണ്ടാവും, ഇതിനൊക്കെ പോയാൽ മാത്രമേ പറ്റൂ. അതെല്ലാം തരണം ചെയ്ത് ഒട്ടുമിക്ക പ്രോഗ്രാമുകളും വേണ്ടാന്ന് ഒഴിവാക്കിയും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് മാത്രം പോയി സ്വന്തം അച്ഛനെ പരിപാലിക്കുന്ന ഒരു മകൻ ഈ സമൂഹത്തിൽ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മുതൽക്കൂട്ടാണ്. ഒരു കലാകാരൻ എന്നുള്ളതിലുപരി ഒരു മനുഷ്യ സ്നേഹി. സതീഷേ, സമ്മതിച്ചു മോനെ, സമ്മതിച്ചു, നീയാണ് ഒരു മനുഷ്യൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സതീഷ് വെട്ടിക്കവല എന്ന ഫേസ്ബുക്ക് പേജ് കയറി ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ്, അച്ഛനും മകനും തമ്മിലുള്ള ധാരാളം വീഡിയോസ് അതിൽ കിടപ്പുണ്ട്. നിങ്ങളൊക്കെ കയറി കാണുക. എന്നിട്ട് ആ സതീഷിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇനിയും ഉയരങ്ങളിലെത്തും സതീഷേ, ഉറപ്പാണ്. കാരണം നിന്റെ ആ അച്ഛനോടുള്ള സ്നേഹവും സമൂഹത്തോടുള്ള നിന്റെ പെരുമാറ്റവും ഓരോ വ്യക്തികളോടൊപ്പം നിന്റെ ഒരു ഒരു തലക്കനമില്ലാതെയുള്ള പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും കലാകാരന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനിപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്. ഞാൻ താമസിക്കുന്ന ഈ നാട്ടിലും ധാരാളം കലാകാരന്മാരുള്ള നാടാണ്. വെഞ്ഞാറമൂട് സുരാജ്, അതുപോലെ ഒട്ടനവധി ഷോർട്ട് ഫിലിം ആവട്ടെ, നാടകമാവട്ടെ, എല്ലാ രംഗത്തും തിളങ്ങി നിൽക്കുന്ന കലാകാരന്മാരുണ്ട്. എന്നാൽ വെട്ടിക്കവല ഇവിടെയും തമ്മിൽ വളരെയധികം ദൂരമുണ്ട്, വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ഒരു കലാകാരന് ഒരു പട്ടിയുടെ വില പോലുമില്ല. ഒരു പട്ടിയുടെ വില പോലുമില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും
ഒരു സപ്പോർട്ട് ലഭിക്കാത്ത കലാകാരന്മാർ ഈ നാട്ടിലുണ്ട്. എന്നാൽ അവന്റെ വില അറിയണമെങ്കിൽ നമ്മുടെ ഈ നാട് വിട്ട് എറണാകുളം അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് പോകണം ആ വ്യക്തിയുടെ വില അറിയണമെങ്കിൽ. അങ്ങനെയുള്ള കലാകാരന്മാർ നമ്മുടെ വെഞ്ഞാറമൂട്ടിലുണ്ട്. അതുപോലെ അല്ല നമ്മുടെ വെട്ടിക്കവല. കലാകാരന്മാരെ അത്രത്തോളം ഈ കല എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കിട്ടുന്ന ഒരു കലയാണ്. ഏതു തന്നെയായാലും പാട്ടോ ഡാൻസോ നാടകമോ എന്ത് തന്നെയായാലും അതിനെ അത്രത്തോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലവരായ ജനങ്ങളാണ് വെട്ടിക്കവല നിവാസികൾ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സതീഷ് വെട്ടിക്കവല എന്ന ഫേസ്ബുക്ക് പേജ് എല്ലാവരും കയറി കാണുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.